വള്ളംകളിയുടെ ജലരാജാവിനെ ട്രോഫി നൽകുന്ന ചടങ്ങിലേക്കാണ് പോകുന്നത്. വളരെ ആവശ്യമായി മാറിയ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ജേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർക്കായുള്ള ട്രോഫി നൽകുന്ന ദൃശ്യങ്ങളിലേക്കാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പമ്പയാറ്റിൽ ആവശ്യമായി മാറിയ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി സമാപിച്ചിരിക്കുന്നു. എ ബാച്ചിൽ നെല്ലിക്കൽ, കോയിപ്പുറം, ഇടനാട്, ഇടപ്പാവൂർ, പേവൂർ പള്ളിയോടങ്ങളും, ബി ബാച്ചിൽ ഇടക്കുളം, കോറ്റാത്തൂർ, കൈതക്കോടി, കുടിയാറ്റുകര, തോട്ടപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ ഫൈനലിൽ മത്സരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്നുമാണ് ഇപ്പോൾ ഫൈനൽ ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി CG ഉമേഷ് ചേരുന്നുണ്ടോ? ഉമേഷ്, ആരാണ് വിജയിയായിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങളുമായി CG ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, വിജയെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ആരാണ് വിജയ്? ബീവാച്ചിലെ മഞ്ഞൾ ട്രോഫി നേടിയത് കോറ്റാത്തൂർ കൈതക്കോടി. ബീവാച്ചിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കോറ്റാത്തൂർ കൈതക്കോടി. വിഷ്ണു കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പലകുറി മഞ്ഞൾ ട്രോഫി സ്വന്തമാക്കിയ പള്ളിയോടമാണ് കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം. കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം ബീവാച്ചിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. പള്ളിയോട ചരിത്രത്തിൽ ഇത്രത്തോളം പഴക്കമുള്ള പള്ളിയോടത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മഞ്ഞൾ ട്രോഫി ഏറ്റുവാങ്ങിയ പള്ളിയോടങ്ങൾ മറ്റുണ്ടാവില്ല. അത്രത്തോളം പഴക്കമുണ്ട് കോറ്റാത്തൂർ കൈതക്കോടിയുടെ വിജയ ചരിത്രത്തിന്. അവർ പഴയ പള്ളിയോടം ഇപ്പോൾ പുതിയ പള്ളിയോടത്തിലാണ് മത്സര രംഗത്ത് എത്തിയത്. എ ബാച്ചിൽ കോയിപ്പുറം പള്ളിയോടമാണ് വിഷ്ണു ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. കോയിപ്പുറം പള്ളിയോടം എ ബാച്ചിൽ ഒന്നാം സ്ഥാനത്തായി മഞ്ഞൾ ട്രോഫി സ്വന്തമായിരിക്കുന്നു. ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടിയും എ ബാച്ചിൽ കോയിപ്പുറം പള്ളിയോടവും മഞ്ഞൾ ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു. ആ ട്രോഫി ശിരസിലേറ്റാനായി ക്യാപ്റ്റനെ ക്ഷണിച്ചിരിക്കുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു. എ ബാച്ചിൽ കോയിപ്പുറം പള്ളിയോടം, ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി. എ ബാച്ചിൽ കോയിപ്പുറം പള്ളിയോടം, ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി. കോയിപ്പുറവും കോറ്റാത്തൂർ കൈതക്കോടിയും ഒക്കെ ആറന്മുളയുടെ പള്ളിയോട ചരിത്രത്തിലെ അടയാളപ്പെടുത്തിയ ഏടുകളാണ്. കരുത്തരാണ്. അങ്ങനെ മത്സരം കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാത്തിരുന്ന മത്സരം പൂർത്തിയാക്കി മഞ്ഞൾ ട്രോഫി ഇത്തവണ ബി ബാച്ചിൽ പോകുന്നത് കോറ്റാത്തൂർ കൈതക്കോടിയിലേക്കും എ ബാച്ചിൽ കോയിപ്പുറത്തേക്കുമാണ്. പള്ളിയോടങ്ങൾ വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വേഗത മാത്രം അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല ആ തിരഞ്ഞെടുപ്പ്. എന്തായാലും ട്രോഫി നൽകാനായി പള്ളിയോട് സേവാ സംഘം പ്രതികളും ഒപ്പം ജനപ്രതികളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി കോയിപ്പുറം പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ ഇവിടേക്ക് എത്തിയാൽ മാത്രം മതി ആ പഞ്ചലോക വിഗ്രഹം, പാർത്ഥസാരഥി സമേതനായ ആ ഭഗവാൻ പാർത്ഥസാരഥി രൂപത്തിലുള്ള ആ വിഗ്രഹം ഒന്ന് കാണാൻ, ആ ട്രോഫി ഒന്ന് സ്വന്തമാക്കാനായുള്ള വാശിയേറിയ മത്സരമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന പഞ്ചലോക വിഗ്രഹം, ഗീതോപദേശ ആ രൂപത്തിൽ ഭഗവാൻ കുടികൊള്ളുന്ന ആ വിഗ്രഹം അതൊന്ന് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുക. വരുന്ന ഒരു വർഷക്കാലം അത് തങ്ങളുടെ കരയിൽ സൂക്ഷിക്കുക. അത് വലിയ പുണ്യമായാണ് പള്ളിയോടക്കരകൾ കാണുന്നത്. അതിനുള്ള ഭാഗ്യം ലഭിച്ചത് കോയിപ്പുറം പള്ളിയോടത്തിനും ഒപ്പം കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടത്തിനുമാണ്. ആ പള്ളിയോടത്തിന്റെ ക്യാപ്റ്റന്മാർ ട്രോഫികൾ ഏറ്റുവാങ്ങുന്നതിന്റെ ആവേശം, എത്രത്തോളം ആവേശമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് അത് പകർത്തി കാണിക്കുന്ന ചില പരിമിതികളുണ്ട്. എന്തായാലും ആ ആവേശം, ആ ആരവം ഒക്കെ ക്യാമറയിലൂടെ കേൾക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ട്രോഫി ഏറ്റുവാങ്ങാനായി കോയിപ്പുറം പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ എത്തിയിരിക്കുന്നു. കോയിപ്പുറം പള്ളിയോടവും എ ബാച്ച് പള്ളിയോടങ്ങളിൽ കോയിപ്പുറം പള്ളിയോടം മഞ്ഞൾ ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു. ആ ഭഗവാന്റെ ആ ട്രോഫിയല്ല, അത് വിഗ്രഹമായാണ് കാണുന്നത്. ആ ഭഗവാന്റെ തിരുവാറന്മുളയപ്പന്റെ ഭക്തസാരഥിയുടെ രൂപമാലേഖനം ചെയ്ത
പമ്പയാറ്റിൽ ആവേശമായി തീർന്ന ആറന്മുള ഭട്ടാതി ജലമേളയ്ക്ക് എ ബാച്ചിൽ കോയിപ്പുറം പള്ളിയോടവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയിച്ചിരിക്കുകയാണ്. ഇരുവരും ജലരാജാക്കന്മാരായി ട്രോഫി വാങ്ങി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. വളരെ വലിയൊരു ആവേശമോടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ വളരെ മണിക്കൂറുകൾ നീണ്ട ഒരു വാശിയേറിയ മത്സരത്തിനൊടുവിൽ ജലരാജാക്കന്മാരായി ഇരു ടീമുകളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൻ്റെ ആവേശം നമുക്ക് കാണാൻ സാധിക്കും.